ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്ററാണ് 12. അപ്പോൾ അതിലെ എക്സസൈസുകളുണ്ട്. ആ എക്സസൈസിലെ 1.1 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം, നമുക്ക് ചെയ്ത് നോക്കാം, ചെയ്ത് തുടങ്ങാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദി ഫോളോവിങ് റിലേഷൻസ് ആർ റിഫ്ലെക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദി ഫോളോവിങ് റിലേഷൻസ് ആർ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അത് നമ്മളോട് റിഫ്ലെക്സീവ് ആണോ, ആ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് നമ്മളോട് തിരിച്ചറിയാനാണ്, ഡിറ്റർമിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആണ് എന്ത് റിലേഷൻ തന്നിട്ടുണ്ട് അല്ലേ. റിലേഷൻ എന്താ? റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ ഈക്വൽ ടു 1, 2, 3 എക്സെട്ര 14 വരെയുള്ള സെറ്റ് തന്നിട്ടുണ്ട് അല്ലേ. എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ആ എ എന്ന് പറയുന്ന സെറ്റിൽ 14 വരെയുള്ള എലമെൻറ്റ്സ് ഉണ്ട്. 1 to 14 വരെയുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ആ സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു റിലേഷൻ ഉണ്ടാക്കേണ്ടത് അല്ലേ, റിലേഷൻ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ആദ്യം എ എന്ന് പറയുന്ന സെറ്റാണ്. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന സെറ്റിലേക്ക് ഒരു റിലേഷൻ ഉണ്ടാക്കണം. ആകെ ശ്രദ്ധിക്കേണ്ടത്, ഒരു റിലേഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. ആ റിലേഷൻ എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്? സെറ്റ് എയിൽ നിന്ന് സെറ്റ് എയിലേക്ക് തന്നെ പോകുന്ന ഒരു റിലേഷനാണ് അത്. അപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് ആദ്യം റിലേഷനൊന്ന് എടുത്ത് എഴുതുന്നുണ്ട്. 3x - y = 0. ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ് എന്താ? ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് ഫസ്റ്റ് എലമെൻറ്റ് അല്ലേ. ഫസ്റ്റ് എലമെൻറ്റ്സ് ഒക്കെ എവിടെ ഉണ്ടാവും? ഫസ്റ്റ് എലമെൻറ്റ് എവിടെ ഉണ്ടാവും? ഇതാ എയിലുണ്ടാവും. ഇനി സെക്കൻഡ് എലമെൻറ്റ് വൈ ആണ്. സെക്കൻഡ് എലമെൻറ്റ്സും എവിടെ ഉണ്ടാവണം? എയിലുണ്ടാവണം. എന്ന് വെച്ചാൽ എയിൽ നിന്ന് എയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? റിലേഷൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് വേണമെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ മതി. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. അപ്പോൾ ഞാൻ ജസ്റ്റ് വരച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതിലാണ് എന്ത് വരുന്നത്? എക്സ് ഉണ്ടാവുക. എന്താ? എയിലാണ്, ഈ എയിലാണ് എക്സ് ഉള്ളത്, ഈ എയിലാണ് വൈ ഉള്ളത്. എയിൽ നിന്ന് എയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മാപ്പ് ചെയ്യുന്നത്, റിലേഷൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എക്സും വൈയും നമുക്ക് അറിയില്ല. എക്സ് എത്രയാണോ വൈ എത്രയാണോ എല്ലാ എലമെൻറ്റ്സും ഇൻക്ലൂഡഡ് ആണോ ഒന്നും അറിയത്തില്ല. റിലേഷൻ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അതെങ്ങനെ കണ്ടുപിടിക്കണം? ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആർ ഈക്വൽ ടു എഴുതുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഓക്കെ, ആദ്യം ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതാം. 3x - y = 0. ആദ്യം നമുക്ക് എക്സിൻ്റെ ടേമിനെ ഒരു വശത്ത് നിർത്താം. അപ്പോൾ 3x = വൈയുടെ ടേമിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. y 3x = y എന്ന് വരും. ഇനി എക്സ് എവിടെ നിന്ന് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. എക്സിൽ നിന്ന് വൈ, എക്സ് എയിലുണ്ട്, വൈയും എയിലുണ്ട് എന്നാ പറഞ്ഞേ. അപ്പം എയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? എക്സ് എടുക്കേണ്ടത്. അപ്പോൾ x = എയിലത്തെ ഫസ്റ്റ് എലമെൻ്റ് ഏതാ? എയിൽ ഫസ്റ്റ് എലമെൻറ്റ് 1, പിന്നെ 2, പിന്നെ നോക്കണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 1. ഓക്കെ, അപ്പോൾ എക്സിന് 1 കൊടുക്കുക. അപ്പോൾ y = 3 × 1 അല്ലേ. 3x എന്നല്ലേ പറഞ്ഞേ. y = 3x ആണ്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? y = 3 × 1 = 3. അടുത്തത് x = എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അപ്പോൾ y = 3 × എക്സിൻ്റെ പ്ലേസിൽ ഇപ്പോൾ എന്താണ് കിടക്കുന്നത്? 2 അല്ലേ. അപ്പോൾ 2 = 6. അടുത്തത് x = 3 കൊടുക്കുക. അപ്പോൾ y = 3 × 3. എക്സിൻ്റെ പ്ലേസിൽ 3 ആണ്, അതുകൊണ്ടാണ് 9. ഓക്കെ, അടുത്തത് x = 4 കൊടുക്കുക. അപ്പോൾ y = 3 × 4 = 12. 12ഉം എന്തിലുണ്ട്? എയിലുണ്ടോ നോക്കുക കേട്ടോ. കാരണം എന്താണ്? വൈ എവിടെയുള്ളത്?
എയിലാണ്. അപ്പോൾ എയിലില്ലാത്ത എലമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വൈയിൽ വരാൻ പാടില്ല. 12 ഒക്കെ എന്തിലുണ്ട്, എയിലുണ്ട്. 14 വരെയുള്ള എലമെൻറ്റ്സ് വരെ അല്ലേ. ഇനി x = 5 കൊടുക്കുകയാണെങ്കിൽ y = 3 × 5 = 15. 15 എന്ന് പറയുന്നത് എന്തിലില്ല, നമ്മുടെ എയിലില്ല. കാരണം y ഏതിലുണ്ടാവണം, എയിൽ ഉണ്ടാവണം. എയിൽ നിന്ന് എയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് എലമെൻറ്റ്സ് എന്തിലുണ്ടാവണം, എയിലുണ്ടാവണം. സെക്കൻഡ് എലമെൻറ്റ്സും എന്തിലുണ്ടാവണം, എയിലുണ്ടാവണം. ഇപ്പം നമുക്ക് കിട്ടിയത് എക്സിന് 5 കൊടുത്തപ്പോൾ y കിട്ടിയത് 15 ആണ്. ഈ 15 എന്തിലില്ല, എയിലില്ല. കാരണം 14 വരെയുള്ള എലമെൻറ്റ്സ് മാത്രമേ എന്തിലുള്ളൂ, എയിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, ഇത് നമുക്ക് എന്തിൽ ഇൻക്ലൂഡർ ആക്കേണ്ട, റിലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതുവരെ എഴുതിയാൽ മതി, x = 4 വരെ എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ എക്സിന് 1 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സിന് 1 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3. എക്സിന് 2 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 6. അടുത്തത് എക്സിന് 3 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 9. അപ്പോൾ നമുക്ക് അതൊന്നൊക്കെ ഒന്ന് എടുത്ത് എഴുതാം കേട്ടോ. അടുത്തത് എക്സിന് 4 കൊടുത്തപ്പോൾ നമുക്ക് 12 കിട്ടി. എക്സിൻ്റെ പ്ലേസിൽ 4 കൊടുക്കുക, വൈയുടെ പ്ലേസിൽ 12 കൊടുക്കുക. കണ്ടോ, എക്സിൻ്റെ പ്ലേസിൽ എക്സ് എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത്, 4. അങ്ങനെ ഓരോന്ന്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുത്തു, വൈയുടെ പ്ലേസിൽ 3. എക്സിൻ്റെ പ്ലേസിൽ 2 കൊടുത്തപ്പോൾ 6. 3 ആണെങ്കിൽ 9. ഇനി 4 കൊടുക്കുന്നുണ്ടെങ്കിൽ വൈ എത്ര കിട്ടിയത്, 12 ആണ്. 12 വൈയുടെ പ്ലേസിൽ 12 കൊടുക്കുക. അങ്ങനെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ. അപ്പോൾ നമ്മളൊരു റിലേഷൻ ബിൽഡ് ചെയ്തു. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? നമുക്ക് വേഗം നോക്കി നോക്കാം. എന്താണ് റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ എന്താ, ഫസ്റ്റ് എലമെൻറ്റും രണ്ടാമത്തെ എലമെൻറ്റും എന്തിലുണ്ടാവണം, റിലേഷൻ ആറിന്. എന്തിലുണ്ടാവണം, റിലേഷൻ ആറിലുണ്ടാവണം. അങ്ങനെ വല്ല എലമെൻറ്റ്സ് ഉണ്ടോ സെയിം ആയിട്ടുള്ള വല്ല എലമെൻറ്റ്സ് ഉണ്ടോ, ഇല്ല. 1 3 ആണ്, 2 6 ആണ്. അങ്ങനെ സെയിം എലമെൻറ്റ്സ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 1 എന്തിൽ മാപ്പല്ല, 1 മാപ്പല്ല, 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല, ഒന്നുമില്ല. നമുക്ക് എന്ത് പറയാം, 1 ഇറ്റ്സ് നോട്ട് ബിലോങ്സ് ടു ആർ. ഓക്കെ, ശരിയല്ലേ. അടുത്തത് നോക്കുക. ഇനി അടുത്തത് സിമ്മട്രിക് ആണെന്ന് നോക്കുക. സിമ്മട്രിക് ആണെന്നുണ്ടെങ്കിൽ ഏതാണ്, എ ബി എന്തിലുണ്ടാവണം, ആറിലുണ്ടാവണം. ബി എ എന്തിലുണ്ടാവണം, ആറിലുണ്ടാവണം. ഫസ്റ്റത്തെ ഒരു എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ വേറൊരു എലമെൻറ്റും എന്തിലുണ്ടാവണം, ആറിലുണ്ടാവണം. ഇനി ബി എയും എന്തിലുണ്ടാവണം, ആറിലുണ്ടാവണം. അപ്പം മാറ്റി നോക്കി വെക്കും. ആദ്യം 1 3 എടുക്കുക. ഞാൻ ജസ്റ്റ് 1 3 എടുക്കുകയാണ്. 1 3 എന്തിലുണ്ടാവണം, ആറിലുണ്ടാവണം. അതുപോലെ ഇപ്പോൾ എയുടെ പ്ലേസിൽ എന്തുണ്ട്, 1. ബിയുടെ പ്ലേസിൽ 3 ആണ്. ഇനി അടുത്തത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബി എന്താണ് കിടക്കുന്നത്, 3 ആണ്. അപ്പോൾ 3. ഇനി എയുടെ പ്ലേസിൽ എന്താ കിടക്കുന്നത്, 1 ആണ്. 1 ബിലോങ്സ് ടു ആർ ആണോ വല്ല ഉണ്ടോ ഇല്ലല്ലോ. അപ്പോൾ ഇല്ല. അപ്പോൾ ഇറ്റ്സ് നോട്ട് ബിലോങ്സ് ടു ആർ. ഇനി വേറെ എലമെൻറ്റ്സ് നോക്കി നോക്കിയേ. 2 6 നോക്കുക. 2 6 എന്ന് പറയുമ്പോൾ എയുടെ പ്ലേസിൽ 2, ബിയുടെ പ്ലേസിൽ 6. അപ്പം 2 6 ബിലോങ്സ് ടു ആർ. ഇനി അപ്പം തിരിച്ചു നോക്കി നോക്കൂ. 6 2 ഉണ്ടോ, ബിലോങ് ചെയ്യുന്നുണ്ടോ, ഇല്ല, നോട്ട് ബിലോങ്സ് ടു ആർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് സിമ്മട്രിക് അല്ലേ. സിമ്മട്രിക് ആണോ, അല്ല. ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ആദ്യത്തെ കേട്ടോ. രണ്ടാമത്തെ ആർ ഓൾസോ ഈസ് നോട്ട് സിമ്മട്രിക്. കണ്ടീഷൻ മനസ്സിലായില്ലേ. ഇനി അടുത്തത് ഇത് ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ട്രാൻസിറ്റീവ് ആയുള്ള കണ്ടീഷൻ എന്താ, എ ബി എന്തിൽ ബിലോങ് ചെയ്യണം, ആറിൽ ബിലോങ് ചെയ്യണം. അതുപോലെ ബി എ മാറ്റി ചെയ്യാം, ബി എ അല്ല ബി സി എന്തിൽ ബിലോങ് ചെയ്യണം,
വേറെ 2 എലമെൻറ്റ്സ്, ആദ്യത്തെ 2 എലമെൻറ്റ്സ് ആറിലുണ്ടാവണം, വേറെ 2 എലമെൻറ്റ്സ് എന്തിലുണ്ടാവണം? ആറിലുണ്ടാവണം. അതുപോലെ അങ്ങനെയാണെങ്കിൽ എയും സിയും എന്തിലുണ്ടാവണം? ആറിലുണ്ടാവണം. നോക്കി വെക്കുക, ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് 1 3 തന്നെ എടുക്കുക. 1 3 ബിലോങ്സ് ടു ആർ. 1 3 ബിലോങ്സ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി അതിൽ എയുടെ പ്ലേസിൽ 1, ബിയുടെ പ്ലേസിൽ 3. ഇനി ബിയുടെ പ്ലേസിൽ ഇപ്പോൾ എന്താ കിടക്കുന്നത്? 3 ആണ്. 3 വരുന്ന 3 ഫസ്റ്റ് ടൈമായിട്ട് വരുന്ന, അല്ലെങ്കിൽ ബി ഫസ്റ്റ് ടൈമായിട്ട് വരുന്നത് ഏതാ അതിൽ? 3 9 ഉണ്ട് അല്ലേ? അപ്പോൾ ബിയുടെ പ്ലേസിൽ 3 ആയതുകൊണ്ട് അടുത്തത് 3 9 എടുക്കുകയാണ്. എന്തിൽ നിന്ന്? റിലേഷനിൽ നിന്ന് 3 9 എടുക്കുകയാണ്. ഇനി അത് റിലേറ്റഡ് ടു ആറാണ്. ഇനി നമ്മുടെ കണ്ടീഷൻ പ്രകാരം പറയുവാണെങ്കിൽ എ ബി ആണ് ബിലോങ് ചെയ്യുന്നുണ്ട്, ആറിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് 3 9 എന്തിൽ ബിലോങ് ചെയ്യുന്നുണ്ട്? ആറിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും സിയും പറയുവാണെങ്കിൽ 1ഉം 9ഉം എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യുവാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. അങ്ങനെ ബിലോങ് ചെയ്യുന്നുണ്ടോ? ഈ റിലേഷനിൽ അങ്ങനെ ബിലോങ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് അല്ല, നോട്ട് ബിലോങ്സ് ടു ആർ. അപ്പോൾ എന്ത് എഴുതും? ആർ ഈസ് ഓൾസോ നോട്ട് ട്രാൻസിറ്റീവ് സിൻസ് കണ്ടീഷൻ നമ്മൾ ഒരു വട്ടം എഴുതി പിന്നീട് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എഴുതിയാൽ മതി. സിൻസ് വേണ്ട, കണ്ടീഷൻ എന്താ എഴുതേണ്ട ആവശ്യമില്ല. അല്ല, ആദ്യം നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, ഇനി എടുത്ത് എഴുതണ്ട. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എക്സസൈസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി രണ്ടാമത്തെ സബ്ബാണ്. രണ്ടാമത്തെ സബിൽ എന്താ പറയുന്നത്? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ദ റിലേഷൻ അല്ലെങ്കിൽ റിലേഷൻ ആർ ഇൻ ദി സെറ്റ് നാച്ചുറൽ നമ്പർ ഓഫ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ആസ് റിലേഷൻ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് open interval xy such that y is equal to x plus 5 and x less than 4. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ എഴുതിയെടുത്തിട്ടുണ്ട്, നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഒരു റിലേഷൻ ആറാണ്. എന്താണ്? അതൊരു നാച്ചുറൽ നമ്പേഴ്സാണ്. n എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പേഴ്സ് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. n എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറൊക്കെ ആയിരിക്കും എന്ത് പോകുന്നുണ്ടാവുക? റിലേഷൻ പോകുന്നുണ്ടാവുക. n ആയിരിക്കും റിലേഷൻ പോകുന്നുണ്ടാവുക. അപ്പോൾ എക്സ് ഒക്കെ എവിടെ കിടക്കുന്നുണ്ടാവും? ഫസ്റ്റ് എലമെൻറ്റ്സ് ഒക്കെ എവിടെ ഉണ്ടാവും? ഫസ്റ്റ് എലമെൻറ്റ് എന്തിലുണ്ടാവും? നാച്ചുറൽ നമ്പേഴ്സിലുണ്ടാവും. സെക്കൻഡ് എലമെൻറ്റ്സും എന്തിലുണ്ടാവും? സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള വൈയും എന്തിലുണ്ടാവും? നാച്ചുറൽ നമ്പറിൽ ഉണ്ടാവണം. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യാൻ. ജസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക, അത്രേ ഉള്ളൂ. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത, അതാണ്. ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇതിൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എക്സ് എന്തിലുണ്ടാവണം? ഫസ്റ്റ് എലമെൻറ്റ്സ് നാച്ചുറൽ നമ്പേഴ്സിലുണ്ടാവണം. വൈ എടുക്കുമ്പോഴും അതെന്തിലുണ്ടാവണം? സെക്കൻഡ് എലമെൻറ്റ്സും എവിടെ ഉണ്ടാവണം? നാച്ചുറൽ നമ്പേഴ്സിലുണ്ടാവണം. നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ 6 എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യം തന്നിരിക്കുന്നത് എടുത്ത് എഴുതുക. വൈ ഈക്വൽ ടു, നമുക്ക് കഴിഞ്ഞ മാത്സിൽ നമുക്ക് തിരിച്ചിട്ട് നമ്മൾ വൈ ഒക്കെ കണ്ടുപിടിച്ചു എന്നിട്ടാണ് ചെയ്തത്. ഇത് ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്ത്? വൈ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇനി മാറ്റേണ്ട ആവശ്യമില്ല. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലെസ് ദാൻ 4 ആവണം പാടുള്ളൂ. ഏതുവരെയാണ്? 4-നേക്കാൾ താഴ്ന്ന, അല്ലെങ്കിൽ 4 ഇൻക്ലൂഡഡ് അല്ല, 4-നേക്കാൾ ചെറിയ നമ്പേഴ്സ് മാത്രമേ എന്തിൽ വരാൻ പാടുള്ളൂ? എക്സിൽ വരാൻ പാടുള്ളൂ. ഒന്നുകൂടി ശ്രദ്ധിക്കുക, എക്സ് എന്തിലുണ്ടാവണം? എക്സ് ഏത് നമ്പേഴ്സാണ്? നാച്ചുറൽ നമ്പേഴ്സ് ആവണം. എക്സ് എന്ന് പറയുന്നത് 4-നേക്കാൾ കുറഞ്ഞ നമ്പേഴ്സ് 1 2 3 വരെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എക്സ് ഈക്വൽ ടു ആദ്യത്തെ കണ്ടീഷൻ പ്രകാരം എക്സ് എന്തായിരിക്കും? 1, പിന്നെ 2, പിന്നെ 3 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. എക്സ് ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ വൈ എന്ത് വരും? എക്സ് ഈക്വൽ ടു 1 ആവുമ്പോൾ വൈ ഈക്വൽ ടു എന്ത് വരും? എക്സിൻ്റെ പ്ലേസിൽ 1, അപ്പോൾ 1 + 5 = 6.
ഇനി എക്സ് ഈക്വൽ ടു അടുത്ത നമ്പർ ഇട്ട് കൊടുക്കുക. അടുത്ത നമ്പർ എത്ര? 2. അപ്പം y ഈക്വൽ ടു 2 + 5 ഈക്വൽ ടു 7. അടുത്തത് എക്സ് ഈക്വൽ ടു 3 ആവുമ്പോൾ y ഈക്വൽ ടു 3 + 5 ഈക്വൽ ടു 8. ഓക്കെ, നമുക്ക് ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ ഇത്? ഓക്കെ, നോക്കുക. അപ്പോൾ 4 ഇൻക്ലൂഡഡ് അല്ല, കാരണം അത് ഈക്വൽ ടു അല്ല. 4-നേക്കാൾ ചെറിയ നമ്പേഴ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എടുക്കാൻ പാടുള്ളൂ. ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് കിട്ടിയതൊക്കെ ഒന്ന് എടുത്ത് എഴുതാം. എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുക. ഇനി വൈയുടെ പ്ലേസിൽ അപ്പോൾ എന്ത് വരും? 6. അടുത്തത് എക്സിൻ്റെ പ്ലേസിൽ 2 ആവുമ്പോൾ വൈയുടെ പ്ലേസിൽ 7. അടുത്തത് എക്സിൻ്റെ പ്ലേസിൽ 3 ആവുമ്പോൾ വൈയുടെ പ്ലേസിൽ 8 കിട്ടി. അങ്ങനെ നമ്മൾ റിലേഷൻ എഴുതി വയ്ക്കുക. ഇനി നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്യുക. ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കുക. ആദ്യം റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? ആദ്യത്തെ എലമെൻ്റ് ഏതാ? 1. പിന്നെ രണ്ടാമത്തെ എലമെൻ്റ് എന്താ? 6 ആണ്. 1 വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പോൾ ഇത് റിലേഷൻ ആറിലില്ല. 1 റിലേഷൻ ആറിലില്ല. അപ്പോൾ ഇത് 6 എന്ന് പറയുന്നത് നോട്ട് റിഫ്ലെക്സീവ്. 1 എന്തിലില്ല? 1 വന്നാലാണ് റിഫ്ലെക്സീവ് ആവുള്ളൂ. 1 അല്ലെങ്കിൽ 2 to 3 ഒക്കെ വരണം, എന്നാലേ റിഫ്ലെക്സീവ് ആവുള്ളൂ. 1 എന്തിലില്ല? റിലേഷൻ ആറിലില്ല. അതുകൊണ്ട് R ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അടുത്ത കണ്ടീഷൻ 1 2 ആവണം. 1 2 എന്ന് വെച്ചാൽ AB ബിലോങ്സ് ടു R, BA ബിലോങ്സ് ടു R. അപ്പോൾ 1 2 ബിലോങ് ചെയ്യണം എന്തിൽ? ആറിൽ. 1 2 അല്ലെങ്കിൽ ഇതിലെന്താ കിടക്കുന്നത്? 1 6. അപ്പോൾ 1 6 ബിലോങ് ചെയ്യുന്നുണ്ട് ആറിൽ. ഇനി അങ്ങനെയാണെങ്കിൽ BA എന്ന് പറയുന്നതും എന്തിലുണ്ടാവണം? ആറിലുണ്ടാവണം. AB കണ്ടീഷൻ കറക്റ്റായി, BA കണ്ടീഷനും കറക്റ്റാവണം. അത് കറക്റ്റാണോ എന്ന് നോക്കുക. ആദ്യം 6 1 എവിടെ റിലേഷനിലുണ്ടോ? ഇല്ല. അപ്പോൾ അത് 6 1 എന്തിലില്ല? റിലേഷൻ ആറിലില്ല. അതുകൊണ്ട് R ഈസ് നോട്ട് സിമെട്രിക്. അടുത്ത കണ്ടീഷൻ എന്തായിരുന്നു? ട്രാൻസിറ്റീവ് ആവണം. ട്രാൻസിറ്റീവ് ആവുള്ള കണ്ടീഷൻ AB ബിലോങ്സ് ടു R, BC ബിലോങ്സ് ടു R, AC ബിലോങ്സ് ടു R എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുമോ നോക്കാം. ആദ്യത്തെ തന്നെ എടുക്കുക. 1 6. അപ്പോൾ 1 6 ബിലോങ്സ് ടു R ആണോ? ആണ്. 1 6 ബിലോങ് ചെയ്യുന്നുണ്ട്. പക്ഷേ BC 6 എന്ന് പറയുന്ന ടേംസ് വരുന്ന 6 ഫസ്റ്റായിട്ട് വരുന്നുണ്ടോ? ഇല്ല. 6 ഫസ്റ്റായിട്ട് വരുന്നില്ല. അപ്പം 6 വരാത്ത കാരണം 6 ഒരു ടേമും വരുന്നില്ല. അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് അല്ല. R ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് എഴുതാം. അപ്പോൾ എന്താ? സിമെട്രിക്കും അല്ല, റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തേലെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? ദ റിലേഷൻ ആർ ഇൻ ദിസ് സെറ്റ് എ ഈക്വൽ ടു 1 2 3 4 5 6 ആസ് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ഡിവിസിബിളാണ്. അങ്ങനെ ആവണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുള്ളൂ. അപ്പം നോക്കാം. വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഓരോന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എ എന്ന് പറയുന്നത് എയിലായിരിക്കും എക്സ് ഉണ്ടാവുക. സെറ്റ് എയിലാണ് എക്സ് ഫസ്റ്റ് ടേംസ് ഉണ്ടാവുക. സെറ്റ് എയിൽ തന്നെയാണ്, കാരണം സെറ്റ് രണ്ടും വേറൊരു സെറ്റ് തന്നിട്ടില്ല. അപ്പോൾ എയിൽ നിന്ന് എയിലേക്കാണ് പോകുന്നത് മാപ്പ് ഉണ്ടാവുക. അപ്പോൾ എയിൽ തന്നെയാണ് സെക്കൻഡ് എലമെൻസും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ആദ്യം ഒരു എലമെൻ്റ് എടുക്കുക, 1 എടുക്കുക. അപ്പോൾ 1 നോക്കുക, 1 എടുക്കുക. അതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ എയറോ ഡയഗ്രാം വരച്ച് നോക്കി നോക്കുക. എയറോ ഡയഗ്രാം വരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് നോക്കൂ. ഇവിടെ നിന്ന് എവിടേക്കാണെന്ന് അറിയില്ലേ? എയിൽ നിന്ന് എയിലേക്കല്ലേ? 5 6 1 2 3 4 5 6. അപ്പോൾ എയിൽ നിന്ന് എയിലേക്കാണ്
അപ്പോൾ എന്താ കണ്ടീഷൻ പറഞ്ഞേക്കണത്? y എന്ന് പറയണത് x കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2നെ 2നെ തന്നെ ചെയ്യാൻ പറ്റും. 3 3 4 4 5 5 6 6 എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സ് എന്ന് പറയുന്നത് എക്സിന് തന്നെ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എക്സ് വൈനായിട്ട് വൈ എക്സിനായിട്ടും ഡിവിസിബിളാണ്. മീൻസ് ഒരേ എലമെൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ആർ ഈസ് റിഫ്ലെക്സീവ്. ആർ ഈസ് റിഫ്ലെക്സീവ്. എന്തുകൊണ്ടാണ്? 1 1 ബിലോങ്സ് ടു ആർ. 1 1 എന്തിലുണ്ടാവും? ആറിലുണ്ടാവും. 2 2 എന്തിലുണ്ടാവും? ആറിലുണ്ടാവും. 3 3 ഉണ്ടാവും. 4 4 ഉണ്ടാവും. 5 5 ഉണ്ടാവാം. 6 6 ഉണ്ടാവും. എല്ലാം എന്തിലുണ്ട്? ആറിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. അപ്പം എ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ആർ ഈസ് റിഫ്ലെക്സീവ്. since x is divisible by x for all x അല്ല, a is divisible by a is divisible by a is divisible by a for all a belongs to a. എയും എടുക്കുകയാണെങ്കിൽ എ എന്തിലുണ്ട്? എന്താ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന്. അടുത്തത് എ ബി ബിലോങ്സ് ടു ആർ ആണോണം. എന്താവാൻ? സിമെട്രിക് ആണെന്ന് നോക്കുക കേട്ടോ. അടുത്തത് സിമെട്രിക് ആവുള്ള കണ്ടീഷൻ എ ബി സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബി എയും എന്ത് തന്നെ ആയിരിക്കണം? സാറ്റിസ്ഫൈ ആറിലുണ്ടാവണം. റിലേഷൻ ആറിൽ സാറ്റിസ്ഫൈ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ആർ ഈസ് സിമെട്രിക് ആണോ നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കാം. 1 4 എടുക്കുകയാണ്. റിലേഷൻ ആറിലുണ്ട്. നമുക്കത് ഡിവിസിബിൾ ആണോ? അല്ലേ? 4 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. അപ്പോൾ അത് ആ കണ്ടീഷനെ തിരിച്ച് ചെയ്ത് നോക്കൂ. 4 1 ചെയ്യും. റിലേഷൻ ആറിലുണ്ട്. ഉണ്ടോ? ഇല്ല. കാരണം എന്താ? 1/4 നോട്ട് സാറ്റിസ്ഫൈ അല്ലേ? നമുക്ക് 1/4 ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ കണ്ടീഷൻ റിലേഷനിൽ ആറിൽ വരില്ല. അപ്പോൾ എ ബി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ബി എ എന്തിലില്ല? റിലേഷൻ ആറിലില്ലാത്തത് കൊണ്ട് ഇത് സിമെട്രിക് അല്ല. ഡിവിസിബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് കണ്ടീഷൻ ഡിവിസിബിളായി എടുത്തു, പക്ഷേ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സിമെട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ്. എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാവും നല്ലത്. ആദ്യം നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ എഴുതി വയ്ക്കുക. എ ബി ബിലോങ്സ് ടു ആർ ആവണം. എ ബി സി ബിലോങ്സ് ടു ആർ ആവണം. അങ്ങനെയാണെങ്കിൽ എ സിയും എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ പ്രകാരം നമ്മൾ 2 എലമെൻറ്റ്സ് എടുക്കുക. 1 2 എടുക്കാം. അത് എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം. ആറിൽ ബിലോങ് ചെയ്യാന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്നത് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 തന്നെ കിട്ടും. ഇനി വേറെ 2 നമ്പേഴ്സ് എടുക്കുമ്പോൾ 2ഉം 4ഉം എടുക്കാം. 2ഉം 4ഉം എന്തിലുണ്ട്? എയിലുണ്ട് അല്ലേ? 2 നമ്പേഴ്സ് 2 4 എടുക്കുകയാണെങ്കിൽ 4/2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ആൻസർ കിട്ടും? 2 തന്നെ. അത് റിലേഷൻ ആറിലുണ്ട് അല്ലേ? ഡിവിസിബിൾ ബൈ 4 ആണ് അല്ലേ? 2 ഈസ് ഡിവിസിബിൾ ബൈ 4. 4 ഈസ് ഡിവിസിബിൾ ബൈ 2. ഓക്കെ, 4 is divisible by 2. 2 is divise 4. ഓക്കെ, അടുത്തത് 1 4 എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം അല്ലേ? എ സിയും എന്തിലുണ്ടാവണം? ആറിലുണ്ടാവണം. കണ്ടീഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ 4/1 നമുക്ക് 4 കിട്ടും. പൂർണ്ണമായിട്ട് പോവും. അതുകൊണ്ട്
1 4ഉം എന്തിലുണ്ട്, ആറിലുണ്ട്. നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് ട്രാൻസിറ്റീവാണ്. R is transitive. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, റിലേഷൻ R in the set integer of all integer is defined as R equal to set of x comma y open interval xy such that x minus y is an integer. ഓക്കെ, നേരത്തെ ജസ്റ്റ് റീഡ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കി റീഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് കാര്യത്തേക്ക് വരാം. അപ്പോൾ റിലേഷൻ ആറ് എന്താ, സെറ്റ് സെഡ് ഓഫ് ഓൾ ഇൻറ്റീജർ. സെഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജറാണ്. ഇൻറ്റീജർ നമുക്ക് സെറ്റ് തന്നിട്ടില്ല, സെറ്റല്ല, സെറ്റായിട്ട് എന്താ തന്നിരിക്കുന്നത്, ഇൻറ്റീജറാണ്. അപ്പം ഫസ്റ്റ് എലമെൻറ്റ് എവിടെ ഉണ്ടാവും, ഇൻറ്റീജറിലുണ്ടാവും. സെക്കൻഡ് എലമെൻറ്റും എന്തിലുണ്ടാവണം, ഇൻറ്റീജറിൽ ഉണ്ടാവണം. ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും എന്തിലുണ്ടാവണം, ഇൻറ്റീജറിൽ ഉണ്ടാവണം. അതാദ്യം സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് കണ്ടീഷൻ പ്രകാരം സോൾവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എ എന്തിലുണ്ടാവണം, ആറിലുണ്ടാവണം. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും വേണം, അതൊരു ഇൻറ്റീജറായിട്ട് വരും വേണം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് എടുത്ത് എഴുതാം. കണ്ടീഷൻ പ്രകാരം നമുക്ക് എന്ത് എഴുതാം എന്നുള്ളത് നോക്കാം. എക്സ് മൈനസ് വൈ ഈസ് ഇൻറ്റീജർ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈസ് ആൻ ഇൻറ്റീജർ. അപ്പോൾ എ മൈനസ് എക്സിൻ്റെ പ്ലേസിൽ എയും വൈയുടെ പ്ലേസിൽ എയും എടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ എ എന്ന് കൊടുക്കുന്നു, ഇൻറ്റീജറായിട്ട് എ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എ എന്തിൽ സാറ്റിസ്ഫൈ ഒരു എന്താ ആൻസർ വരിക, എ മൈനസ് എ 0. അതൊരു ഇൻറ്റീജറാണ്. a minus a is 0. a minus a is equal to 0. a minus a is a integer. ഓക്കെ, അടുത്തത് കണ്ടീഷൻ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 ബിലോങ്സ് ടു R അല്ലേ, 1 ബിലോങ് ചെയ്യുന്നില്ലേ, നോക്കി നോക്കൂ. 1 മൈനസ് 1 ഈക്വൽ ടു 0. 1 മൈനസ് ചെയ്താൽ എക്സിൻ്റെ പ്ലേസിൽ 1ഉം വൈയുടെ പ്ലേസിൽ 1ഉം ആണ് അല്ലേ. രണ്ടും എന്ത് തന്നെയാണ്, ഇൻറ്റീജറാണ് അല്ലേ. ഇനി അത് രണ്ടും മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാം, ഇതൊരു ഇൻറ്റീജറാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൽ കണ്ടീഷൻ അല്ലേ. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ എന്ത് ചെയ്തു നോക്കി, ഒരു എക്സാമ്പിൾ വെച്ചിട്ടും ഞാൻ കാണിച്ചു തന്നു. അടുത്തതിലേക്ക് പോവാം. എ ബി എന്തിൽ ബിലോങ് ചെയ്യണം, ആറിൽ ബിലോങ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബി എയും എന്തിൽ ബിലോങ് ചെയ്യണം, ആറിൽ ബിലോങ് ചെയ്യണം. ഇത് രണ്ടും അനുസരിക്കുകയാണെങ്കിൽ, റിലേഷൻ ആറിലുണ്ടെങ്കിൽ ഇത് സിമ്മട്രിക് ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം എക്സിൻ്റെ പ്ലേസിൽ എയും വൈയുടെ പ്ലേസിൽ ബിയും ആണ്. അപ്പോൾ എ മൈനസ് ബി ഈസ് ഇൻറ്റീജർ. ഫസ്റ്റ് കണ്ടീഷനാണ് ഞാൻ നോക്കി നോക്കുന്നത്. അങ്ങനെ അതുപോലെ ബി മൈനസ് എയും ഈസ് ഓൾസോ ഇൻറ്റീജർ. എ മൈനസ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 1 2 നോക്കി നോക്കുക. 1 2 എടുക്കുക. 1 2 എന്തിൽ ബിലോങ് ചെയ്യുന്നുണ്ട്, ആറിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് 2 ഇസ് ഈക്വൽ ടു -1. അതൊരു ഇൻറ്റീജറാണ്. ഇതിലൊരു കണ്ടീഷൻ വെച്ചിട്ട് 2 1 എന്തായിരിക്കണം, ആറിൽ ബിലോങ് ചെയ്യണം. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ 2 മൈനസ് 1 ഈക്വൽ ടു എന്ത് വരണം, ഒരു ഇൻറ്റീജർ ആവണം. 2 മൈനസ് 1 1 ആണ്. 1 എന്ന് പറയണതും ഒരു ഇൻറ്റീജറാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് സിമ്മട്രിക് ആണ്. അടുത്തത് ട്രാൻസിറ്റീവ് ആണോ നോക്കുക. ട്രാൻസിറ്റീവ് കണ്ടീഷൻ എ ബി എന്തിൽ ബിലോങ് ചെയ്യണം, ആറിൽ ബിലോങ് ചെയ്യണം. അപ്പോൾ നോക്കുക, എ ബി ബിലോങ് ചെയ്യണം. അതുപോലെ ബി സി എന്തിൽ ബിലോങ് ചെയ്യണം, ആറിൽ ബിലോങ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എ സിയും എന്തിൽ ബിലോങ് ചെയ്യണം, ആറിൽ ബിലോങ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എ മൈനസ് ബി ഈസ് ഇൻറ്റീജർ ആൻഡ് ബി മൈനസ് സി ഈസ് ഇൻറ്റീജർ. ബി മൈനസ് സിയും ഒരു ഇൻറ്റീജർ ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഇതിലും കൂടി രണ്ടും കൂടി ഇതൊരു ഇൻറ്റീജറാണ്, ഇതും ഒരു ഇൻറ്റീജറാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി സം ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഒരു ഇൻറ്റീജർ കിട്ടും. എ മൈനസ് ബിയും ഒരു ഇൻറ്റീജറാണ്, ബി മൈനസ് സിയും ഒരു ഇൻറ്റീജറാണെന്നുണ്ടെങ്കിൽ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ചെയ്യുമ്പോഴും എന്ത് കിട്ടണം? ഒരു ഇൻറ്റീജർ കിട്ടും. കിട്ടുമെന്ന് നോക്കി നോക്കുക. എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു എന്ത് വരും? എ ബിയും മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസലായി പോവും. എ മൈനസ് സി എന്ന് മാത്രം വരും. അപ്പോൾ എ മൈനസ് സി, എ മൈനസ് സി കണ്ടീഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് സാറ്റിസ്ഫൈ ആയി അല്ലേ? എ മൈനസ് ബി നമുക്ക് കിട്ടി. എന്തിൽ ബിലോങ് ചെയ്യുന്നുണ്ട്? ആറിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. രണ്ട് ഇൻറ്റീജേഴ്സ് സം ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻറ്റീജർ കിട്ടും അല്ലേ? രണ്ട് ഇൻറ്റീജേഴ്സ്, സം ഓഫ് ടു ഇൻറ്റീജേഴ്സ് ഈസ് ഇൻറ്റീജർ, ഇൻറ്റീജർ നമ്പേഴ്സ് ഈസ് ഇൻറ്റീജർ. ഓക്കെ, രണ്ട് ഇൻറ്റീജർ നമ്പേഴ്സ് സം ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കിട്ടും? ഒരു ഇൻറ്റീജർ കിട്ടും. ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വേണമെങ്കിൽ എ ബിയുടെ പ്ലേസിൽ ഞാൻ 1 2 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് 2. 1 മൈനസ് 2 എന്താ വരിക? -1. ഇനി അതുപോലെ ബി സിയുടെ പ്ലേസിൽ, ബിയുടെ പ്ലേസിൽ 2 ആണ്. അപ്പോൾ സിയുടെ പ്ലേസിൽ ഒരു വേറെ നമ്പർ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കണേ. ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക. കാരണം ഇതിൽ തന്നിട്ടില്ല. നമുക്കൊന്ന് സപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ 3 ഞാൻ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 2 മൈനസ് 3 എന്താ വരിക? -1. ഓക്കെ, ഇനി അത് രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇൻറ്റീജർ കിട്ടും. കിട്ടില്ലേ? നോക്കി നോക്കൂ. -1 -2 -1 അപ്പോൾ -1 എന്ത് വരും? -1 പ്ലസ് -1 പ്ലസും മൈനസും വരുമ്പോൾ മൈനസ് ആവും. അപ്പം -2. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ പറയുമ്പോൾ 1 മൈനസ് 3 അല്ലേ? അല്ലേ? എ മൈനസ് 3 എന്നല്ലേ? അപ്പോൾ 1 മൈനസ് 3 എന്താ വരിക? -2 അല്ലേ? എ മൈനസ് സി ആണ്. എയുടെ പ്ലേസിൽ 1, എയുടെ പ്ലേസിൽ 1, സിയുടെ പ്ലേസിൽ 3. അപ്പോൾ 1 മൈനസ് 3 -2. -2 ഈസ് ഇൻറ്റീജർ. അപ്പം നമുക്ക് ലാസ്റ്റ് എന്ത് പറയാം? ഇതോ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ആർ ഈസ് ട്രാൻസിറ്റീവ്. എഴുതി വയ്ക്കുക. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദി സെറ്റ് are real number. Set R of real numbers defined as R equal to set of ordered pair AB such that A less than or equal to B square is neither reflexive nor symmetric nor transitive. Reflexive അല്ല, സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം, സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? റിഫ്ലെക്സീവ് ആണോ നോക്കുക. റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്താ? അതന്നെ, എ എന്താവണം? റിലേഷൻ ആറിൽ ഉണ്ടാവണം. എന്തിലുണ്ടാവണം? റിലേഷൻ ആറിൽ ഉണ്ടാവണം. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കൂ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും വേണം കേട്ടോ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ ആവണം. അങ്ങനെ ആവുമോ? റിയൽ നമ്പേഴ്സാണ് പറയുന്നത്. അപ്പം എ എന്തിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ എക്സ് എന്തിലുണ്ടാവും? ഫസ്റ്റ് എലമെൻറ്റ്സ് എന്തിലുണ്ടാവും? റിലേഷൻ ആറിലുണ്ടാവും. സെക്കൻഡ് എലമെൻറ്റ്സും എന്തിലുണ്ടാവും? റിലേഷനല്ല, റിയൽ നമ്പർ ആറിലുണ്ടാവും. ഫസ്റ്റ് എലമെൻറ്റ്സ് എന്തിലുണ്ടാവും? റിയൽ നമ്പേഴ്സ് ആറിലുണ്ടാവും. സെക്കൻഡ് നമ്പേഴ്സും എന്തിലുണ്ടാവും? റിയൽ നമ്പേഴ്സിലുണ്ടാവും. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ നമ്പേഴ്സും റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് കണ്ടീഷൻസ് അങ്ങനെ സാറ്റിസ്ഫൈ ആവുമോ? ഈ കണ്ടീഷൻ ഓക്കെ. നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇത് റിഫ്ലെക്സീവ് ആവില്ല. എങ്ങനെ? ഫ്രാക്ഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കൂ. എല്ലാ നമ്പേഴ്സും വരും എന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 1/2 എയുടെ പ്ലേസിൽ ഞാനൊരു 1/2 വെച്ചേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ 1/2നെ സ്ക്വയർ ചെയ്യും വേണം. അപ്പോൾ 1/2 സ്ക്വയർ ചെയ്യുക. അപ്പോൾ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു
1/2 തന്നെ ചെയ്യുമ്പോൾ 1/2 × 1/2 1/4. ശരിയാണോ? അല്ല. അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ? എന്താണ്? അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണോ? അല്ല. അപ്പോൾ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്, ഈസ് നോട്ട് ട്രൂ അല്ലേ? ശരിയല്ല, ഇത് ട്രൂ ആണ് അല്ല, ഫോൾസ് ആണ്. അപ്പോൾ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഓക്കെ, അടുത്തത് ഇനി സിമ്മട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക, ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അടുത്തത് സിമ്മട്രിക് ആവാനുള്ള കണ്ടീഷൻ AB എന്ന് പറയുന്നത് എന്തിലുണ്ടാവണം? Rലുണ്ടാവണം. അതുപോലെ BAയും എന്തിലുണ്ടാവണം? Rൽ, റിലേഷൻ Rൽ ഉണ്ടാവണം. അപ്പോൾ 2 എലമെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണ്. 2 എലമെൻറ്റ്സ് എടുത്ത് നോക്കും. ഇഷ്ടമുള്ള 2 എലമെൻറ്റ്സ് എടുക്കുക. അപ്പോൾ 2, ഞാൻ 2 6 കൊടുക്കുന്നു. എന്തിലുണ്ടാവണം? Rലുണ്ടാവണം. അതുപോലെ 6 2ഉം എന്തിലുണ്ടാവണം? Rലുണ്ടാവണം. Rലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രമേ അത് സിമെട്രിക് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ പ്രകാരം 2 ≤ A ≤ B² എന്നല്ലേ വരിക അല്ലേ? A+ൽ A തന്നെ, B+ൽ B തന്നെ. അപ്പോൾ A ≤ B². ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം. ഓക്കെ, ഇനി അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം 2, സെക്കൻഡ് ടേം 6. അപ്പോൾ 6². ഇത് കറക്റ്റാണ് അല്ലേ? 36 തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇനി അടുത്തത് നോക്കുക, അതേപോലെ ഇതിലും വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം ഏതാ? 6. അപ്പോൾ 6 ≤ ഇനി സെക്കൻഡ് ടേം B+ൽ എന്താ കിടക്കുന്നത്? A 2 ആണ് കിടക്കുന്നത്. അപ്പോൾ 2². 6 ≤ 4. കറക്റ്റാണോ അത്? അല്ല. അപ്പം ഇത് സിമെട്രിക് അല്ല. ആർ ഈസ് നോട്ട് സിമെട്രിക്. വെട്ടിക്കളയൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. ഇത് ട്രൂ അല്ല എന്നുള്ളത് കാണിച്ചതാ, വെട്ടിക്കളയൊന്നും വരണ്ട കേട്ടോ. ഇതൊക്കെ ഇവിടെ നോട്ടെ, നോട്ട് ട്രൂ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, കണ്ടീഷൻ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുക? ട്രാൻസിറ്റീവ് ആണോ നോക്കണം. ട്രാൻസിറ്റീവ് ആവുള്ള കണ്ടീഷൻ എന്താ? എയും ബിയും എന്തിലുണ്ടാവണം? Rലുണ്ടാവണം. അതുപോലെ Bയും Cയും എന്തിലുണ്ടാവണം? Rലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ Aയും Cയും എന്തിലുണ്ടാവും? Rൽ ഉണ്ടാവും. നോക്കി വെക്കുക, ഉണ്ടാവുമോ നോക്കുക. അപ്പോൾ 2 നമ്പേഴ്സ് എടുക്കുകയാണ്. 2 നമ്പേഴ്സ് 1 3 എടുക്കുകയാണ്. അത് Rലുണ്ടാവണം. അതുപോലെ വേറെ 2 നമ്പേഴ്സ് എടുക്കുകയാണ്. വേറെ 2 നമ്പേഴ്സ് എടുക്കുമ്പോൾ 3യും വേറെ നമ്പർ 5. ഓക്കെ, അടുത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1ഉം 5 1 5. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇത് ട്രൂ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 1 ≤ 3², 3 ≤ 5², 1 ≤ 5². ഇനി ഇതെല്ലാ നമ്പേഴ്സിലും, എല്ലാ റിയൽ നമ്പേഴ്സിലും ഇത് സാറ്റിസ്ഫൈ ആവോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വേറെ 3 നമ്പേഴ്സ് എടുത്ത് നോക്കുക. ആദ്യം എയുടെ പ്ലേസിൽ ഞാൻ 3 എന്ന് കൊടുക്കുന്നു. ബിയുടെ പ്ലേസിൽ -3 എന്ന് കൊടുക്കുന്നു. അല്ലെങ്കിൽ -3 എന്ന് തന്നെ കിടക്കട്ടെ, ഇനി അത് മാറ്റണ്ട. ഇനി അടുത്തത് ബിയുടെ പ്ലേസിൽ -3, അപ്പോൾ -3. ഇനി അടുത്തത് ഞാനൊരു -1 കൊടുക്കുന്നു. ബിലോങ്സ് ടു R. അടുത്തത് AC അല്ലേ? AC എന്ന് പറയുമ്പോൾ AC, അപ്പോൾ 3 -1 എന്ന് വരും. അപ്പോൾ ഇതിലും നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുമോ നോക്കുക. ആദ്യം ഇത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം ഏതാ? 3. അപ്പോൾ 3 ≤ A ≤ B² എന്ന കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പോൾ എയുടെ പ്ലേസിലെ 3, ബിയുടെ പ്ലേസിലെ -3. അപ്പോൾ എന്ത് വരും? -3² ആവണം. അപ്പോൾ 3 ≤ 3 × 3 9. അപ്പോൾ 9. ഇത് കറക്റ്റാണ്, ട്രൂ ആണ്. അടുത്ത കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ നോക്കുക. അപ്പോൾ ആദ്യത്തെ എയുടെ പ്ലേസിൽ -3 ആണ്. അപ്പോൾ -3 ≤ ബിയുടെ പ്ലേസിൽ -1 ആണ്. അത് സ്ക്വയർ ആണോ? -3 ≤ 1 കറക്റ്റാണ് അല്ലേ? ഇതും ട്രൂ ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ നോക്കുക. അടുത്ത കണ്ടീഷൻ നോക്കുക. മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? എയുടെ പ്ലേസിൽ 3 ആണ്. ബിയുടെ പ്ലേസിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് ഇക്വേഷൻ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ബിയുടെ പ്ലേസിൽ -1 ആണ്. അപ്പോൾ -1 = 3 ≤ -1 എന്ന് പറയുമ്പോൾ -1 × -1 1. ഇത് കറക്റ്റാണോ? ഇറ്റ്സ് നോട്ട് ട്രൂ. അതുകൊണ്ട് ഇത് ഇറ്റ്സ് നോട്ട് ട്രൂ കേട്ടോ. ഇത് ട്രൂ അല്ല, അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ്
അല്ല. അപ്പോൾ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്, ആർ ഈസ് നോട്ട് സിമെട്രിക്, ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഒന്നും റിഫ്ലെക്സീവും അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെക്ക് വെദർ ദി റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദിസ് സെറ്റ് ഓഫ് 1 2 3 4 5 6 as relation set of ordered pair open pair a b such that b equal to a plus 1 is reflexive, symmetric or transitive. സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ അതോ റിഫ്ലെക്സീവ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു സെറ്റാണ് തന്നേക്കുന്നത്. ആ സെറ്റിനെ എന്ത് പേരിട്ട് കൊടുക്കുക? അവർ എ എന്ന് പേരിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെറ്റിന് ഞാനൊരു എ എന്ന് പറഞ്ഞിട്ട് പേരിട്ട് കൊടുക്കുന്നു. 1 2 3 4 5 6 എന്ന് പറയുന്ന സെറ്റിന് ഞാൻ എ എന്ന് പറഞ്ഞിട്ട് പേരിട്ട് കൊടുത്തു. അപ്പോൾ ഫസ്റ്റത്തെ എലമെൻറ്റ്സ് എന്തിലുണ്ടാവും? അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ എലമെൻറ്റ്സ് എവിടെ ഉണ്ടാവും? എയിലുണ്ടാവും. അപ്പോൾ എക്സ് എവിടെ ഉണ്ടാവും? എയിലുണ്ടാവും. വൈ എവിടെ ഉണ്ടാവും? എയിലുണ്ടാവും. ഫസ്റ്റ് എലമെൻറ്റ് എയിലുണ്ടാവും. വൈ സെക്കൻഡ് എലമെൻറ്റ്സും എന്തിലുണ്ടാവും? എയിൽ ഉണ്ടാവും. ഓക്കെ. ഇനി അപ്പോൾ ആറ് എന്താ വല്ല ഇക്വേഷൻ സോൾവ് ചെയ്യാണ്ട് അല്ലേ? അപ്പോൾ ബി ഈക്വൽ ടു എ പ്ലസ് 1 എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ ഇതിൽ എ എവിടെ ഉണ്ടാവും? എയും ബിയും ആണ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ പ്ലേസിൽ എ, വൈയുടെ പ്ലേസിൽ സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് ബി ആയിട്ട് എടുക്കാം. ഓക്കെ. ഇപ്പോൾ രണ്ടും എന്തിലുണ്ട്? എയിലുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യത്തേൽ എക്ക് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പോൾ ബി എന്ത് വരും? 1 + 1. അടുത്തത് എക്ക് 2 കൊടുക്കാം. അപ്പോൾ ബി എന്ത് വരും? എയുടെ പ്ലേസിൽ 2 ആണ്. അപ്പോൾ 2 + 1 = 3 അല്ലേ? ഇത് 2 അല്ലേ ആൻസർ വരിക? ഞാൻ നോക്കി നോക്കട്ടെ. അപ്പോൾ എ = 3 ആണ്. അപ്പോൾ ബി = എന്ത് വരും? എയുടെ പ്ലേസിൽ 3 ആണെങ്കിൽ 3 + 1 = 4. എ = 4 ആണ്. അപ്പോൾ ബി = എയുടെ പ്ലേസിൽ 4 ആകുമ്പോൾ 4 + 1 = 5. ഇനി എ = 5 ആണ്. ബി = അപ്പോൾ എന്ത് വരും? 5 + 1 = 6. നമ്മൾ ചെയ്യും തോറും നമുക്ക് ഇങ്ങോട്ട് നോക്കണം. എന്താണ്? സെക്കൻഡ് എലമെൻറ്റ്സും എന്തിൽ വരണം? എയിൽ തന്നെ ഉണ്ടാവണം കേട്ടോ. 6 വരെ ആയി. ഇനി അടുത്തത് നോക്കുക. എ = 6 ആവുമ്പോൾ അല്ലേ? എക്സ് ഏത് വരെ എടുക്കാം? 6 വരെ എടുക്കാം. നമുക്ക് 6ഉം ഇട്ടിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ബി = 6 + 1 = 7. 7 എന്ന് പറയുന്നത് എന്തിലില്ല? 7 സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എ എന്ന് പറയുന്ന സെറ്റ് ഏത് വരെയുള്ളൂ? 6 വരെയുള്ളൂ. 6 വരെയുള്ളൂ. സെക്കൻഡ് എലമെൻറ്റ്സും എന്ത് വരില്ല? 7 വരുന്നില്ല. അപ്പോൾ 7 എടുക്കാൻ പറ്റില്ല. അപ്പോൾ റിലേഷൻ എഴുതാം. റിലേഷൻ എഴുതുമ്പോൾ ഈ എലമെൻറ്റ്സൊക്കെ റിലേഷനായിട്ട് എഴുതാം. അപ്പോൾ ആർ = റിലേഷൻ എന്താ പറഞ്ഞേക്കുന്നത്? എ ബി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എയുടെ പ്ലേസിൽ എന്ത് വന്നിട്ടുണ്ട്? 1. ബി അപ്പോൾ എന്ത് കിട്ടി? 2. എയുടെ പ്ലേസിൽ 2 വരുമ്പോൾ ബി 3. എയുടെ പ്ലേസിൽ 3 വരുമ്പോൾ ബി 4. എയുടെ പ്ലേസിൽ 4 വരുമ്പോൾ ബി 5. എയുടെ പ്ലേസിൽ 6 വരുമോ? ഇല്ല. അപ്പോൾ അതവിടെ ക്ലോസ് ചെയ്യാം. ഇതുവരെ നമുക്ക് വേണ്ടു. 5 6 വരുന്നില്ലേ? ഓക്കെ. 5 6ഉം കൂടി ഉണ്ട്. ജസ്റ്റ് നോക്കി നോക്കി കേട്ടോ. 6 7 വരില്ല. അപ്പോൾ ഇത് നമുക്ക് വേണ്ട. ഓക്കെ. നമുക്ക് പിന്നെയും സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യം ഇത് റിഫ്ലെക്സീവ് ആണോ നോക്കുക. റിഫ്ലെക്സീവ് ആണെന്നുണ്ടെങ്കിൽ സെയിം എലമെൻറ്റ്സ് വരണം. വല്ല സെയിം എലമെൻറ്റ്സും ഉണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? 1 is not belongs to R. R is not റിഫ്ലെക്സീവ്. ഇത് റിഫ്ലെക്സീവ്. 1 എന്തിൽ ബിലോങ് ചെയ്യുന്നില്ല? ആറിൽ ബിലോങ് ചെയ്യില്ല. അപ്പോൾ 1 is not belongs to R. Does not belongs to R. R is not reflexive. അടുത്ത കണ്ടീഷൻ നോക്കുക. എന്താണ്? എ ബി അല്ലേ? അപ്പോൾ എ ബി എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബി എയും എന്തിൽ ബിലോങ് ചെയ്യണം? ആറിൽ ബിലോങ് ചെയ്യുവാണെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. നമുക്ക് നോക്കി നോക്കാം. 2 എലമെൻറ്റ്സ് എടുക്കുക. 1 2. 1 2 എടുക്കുകയാണെങ്കിൽ അത് ആറിലുണ്ട്. പക്ഷേ തിരിച്ച് നോക്കുമ്പോൾ 2 3 ആണുള്ളത്.
അപ്പോൾ 2 3 എല്ലാം നമുക്ക് വേണ്ടത് 2 1 ആണ് വേണ്ടത്. ഇറ്റ്സ് നോട്ട് ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് ഇത് ആർ ഈസ് നോട്ട് സിമെട്രിക്. അടുത്തത് നോക്കാം, ഇത് ട്രാൻസിറ്റീവ് ആണോ നോക്കണം. ട്രാൻസിറ്റീവ് ആവുള്ള കണ്ടീഷൻ എ ബി ഇസ് ബിലോങ്സ് ടു ആർ ആവണം. അങ്ങനെ അതുപോലെ ബി സി ബിലോങ്സ് ടു ആർ ആവണം. അങ്ങനെയാണെങ്കിൽ എ സിയും ബിലോങ്സ് ടു ആർ ആവണം. അപ്പോൾ ആദ്യം 2 എലമെൻറ്റ്സ് എടുക്കുക, 1 2 എന്ന് തന്നെ എടുക്കുക. 1 2 ബിലോങ്സ് ടു ആർ ആണ്. അതുപോലെ 2 3 എടുക്കുകയാണ്, അതിലും ബിലോങ്സ് ടു ആർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 3 എന്തിലുണ്ടാവണം, റിലേഷൻ ആറിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ട്രാൻസിറ്റീവാണ്. ഇത് റിലേഷൻ 1 3 ഇതിൽ റിലേഷനിലില്ല, അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് അല്ല, റിലേഷൻ ആറിലില്ല. അപ്പം ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ആർ ഡിഫൈൻഡ് ആസ് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഈസ് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് ഇറ്റ്സ് നോട്ട് സിമെട്രിക്. റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷേ സിമെട്രിക് അല്ല. ചെക്ക് ചെയ്ത് നോക്കാം. ഇത് റിയൽ നമ്പേഴ്സിലാണ് വരുന്നത്. അപ്പോൾ ആർ ഈസ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പേഴ്സാണ്, ഏത് നമ്പേഴ്സ് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണം. അപ്പോൾ എ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണോ നോക്കാം. ആണല്ലേ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. ഫോർ ഓൾ എ ബിലോങ്സ് ടു ആർ. റിയൽ നമ്പേഴ്സിൽ ഏത് എടുത്താലും ഇത് സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ ആർ ഈസ് റിയൽ നമ്പേഴ്സിൽ നിന്ന് ഏത് റിയൽ നമ്പേഴ്സ് എടുത്താലും, 1 എടുത്താലും നെഗറ്റീവ് നമ്പേഴ്സ് എടുത്താലും പോസിറ്റീവ് നമ്പേഴ്സ് എടുത്താലും ഫ്രാക്ഷൻ എടുത്താലും ഡെസിമൽ ഏത് നമ്പേഴ്സ് എടുത്താലും റൂട്ട് എടുത്താലും ഒക്കെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. അതുകൊണ്ട് ആർ ഈസ് റിഫ്ലെക്സീവ്. ഞാനത് സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആവുള്ള കണ്ടീഷൻ എ ബി ബിലോങ്സ് ടു ആർ ആവണം. അങ്ങനെയാണെങ്കിൽ ബി എയും ഇതിലുണ്ടാവണം, ആറിൽ ബിലോങ് ചെയ്യണം. നമ്മുടെ കണ്ടീഷൻ പ്രകാരം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇംപ്ലൈ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. കാരണം എന്താ, 2 നമ്പേഴ്സ് എടുത്ത് നോക്കിയേ. 1 1ഉം 1 3 എടുക്കുകയാണ്, ആറിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. 3 1 എടുക്കുകയാണ്, ആറിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. നോക്കാം. അപ്പോൾ ആദ്യം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്, അത് ട്രൂ ആണ്. പക്ഷേ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ, ട്രൂ അല്ല. അതുകൊണ്ടാണ് ഇത് സിമെട്രിക് അല്ലാത്തത്. അടുത്തത് ട്രാൻസിറ്റീവ് ആണോ നോക്കുക. എ ബി എന്തിലുണ്ടാവണം, ആറിലുണ്ടാവണം. ബി സി എന്തിലുണ്ടാവണം, ആറിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എ സി എന്തിലുണ്ടാവണം, ആറിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇത് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആവണം, ബി ആണ് അല്ലേ. അപ്പോൾ അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അതുപോലെ ബിയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആവണം. അങ്ങനെ ഇംപ്ലൈസ് എനേക്കാൾ വലുതാണ് ബിനേക്കാൾ വലുതാണ് സി. അങ്ങനെയാണെങ്കിൽ എ സി എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കൂ. 1 3 റിലേഷൻ ആർ 1 3 എടുത്തു. ഇനി അടുത്തത് ബിയുടെ പ്ലേസിൽ 3 അപ്പോൾ 3 4 റിലേഷൻ ആർ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി പോലെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയാം അല്ലേ. ശരിയല്ലേ, ട്രൂ ആണ്. അപ്പോൾ അത് ട്രാൻസിറ്റീവ് ആണ്. ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ എന്താ, അത് ട്രാൻസിറ്റീവും റിഫ്ലെക്സീവും ആണ്. ആർ ഈസ് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക് അല്ല. സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ അല്ലാതിരിക്കാനുള്ള കണ്ടീഷൻ നന്നായി നോക്കിക്കുക കേട്ടോ. ഈ വീഡിയോ ഒന്നുകൂടി കാണാം, അപ്പോൾ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യനിൽ ചെക്ക് വെദർ ദി റിലേഷൻ ആർ ഡിഫൈൻഡ് ബൈ ആർ equal to set of ordered pair AB such that A less than or equal to B cube.
ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ഓർ ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നമുക്ക് നോക്കി വെക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ്, ആർ എവിടെ നിന്ന്, ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റ്സും എവിടെ നിന്ന് എടുത്തു, ആറിൽ നിന്ന് തന്നെ എടുത്തു. റിയൽ നമ്പേഴ്സ് ആറിൽ നിന്ന് എടുത്തു. സെക്കൻഡ് എലമെൻറ്റും റിയൽ നമ്പേഴ്സ് ആറിൽ നിന്ന് എടുത്തു. നമ്മുടെ കണ്ടീഷൻ എഴുതിയേക്കുക എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ്. എ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പ്ലേസിൽ ഇപ്പോൾ എ വന്നിട്ടുണ്ട്, വൈയുടെ പ്ലേസിൽ ബി വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ മാറ്റം. നമുക്ക് ആദ്യം ഇത് നോക്കി വെക്കണം. അതിനുശേഷം ചെയ്ത് നോക്കേണ്ടത് ഓരോന്ന് കണ്ടീഷൻ നോക്കി വെക്കാം. അപ്പോൾ എ എന്തിൽ ബിലോങ് ചെയ്യണം, ആറിൽ ബിലോങ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് റിഫ്ലെക്സീവായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ രണ്ട് എലമെൻറ്റ്സ് എ. അപ്പോൾ എന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയുടെ പ്ലേസിൽ, അപ്പോൾ എ ക്യൂബ് അല്ലേ, ബിയുടെ പ്ലേസിൽ എ ആണ് കിടക്കുന്നത്. അപ്പോൾ ബിയുടെ പ്ലേസിൽ എ കൊടുക്കുമ്പോൾ എ ക്യൂബ്. അത് കറക്റ്റാണോ? ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്ക്. 1 2 കൊടുക്കാം, ബിലോങ്സ് ടു ആർ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ് ശരിയാണ്. അപ്പോൾ ട്രൂ. അടുത്തത് നമ്മളത് സിമെട്രിക് ആണോ നോക്കാം. അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ ആവണം, ബി എ ബിലോങ്സ് ടു ആർ ആവണം. ഓക്കെ, നമ്മൾ അത് കറക്റ്റാണോ നോക്കുക. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കാം. രണ്ട് നമ്പേഴ്സ് 1 2 ബിലോങ്സ് ടു ആർ ആണോ നോക്കുക. അതുപോലെ 2 3 ബിലോങ്സ് ടു ആർ ആണോ നോക്കുക. കാരണം ബി ഇതിലെന്താണ് 2 ആണ്. അപ്പോൾ 2 1 ഓക്കെ, എയുടെ പ്ലേസിൽ 1 ആണ് കേട്ടോ. നോക്കി തെറ്റിക്കരുത്. നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് ചെയ്ത് നോക്കുക. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. അത് ശരിയാണ്, ട്രൂ ആണ്. അടുത്തത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ക്യൂബ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ക്യൂബ് ആണോ? അല്ല. അപ്പോൾ ഇത് ഇസ് നോട്ട് ട്രൂ. അപ്പോൾ അത് എന്താണ്, സിമെട്രിക് അല്ല. ഇനി നമ്മൾ നേരത്തെ ചെയ്തില്ലേ, എന്താണ്, റിഫ്ലെക്സീവ് ആണെന്ന് പറഞ്ഞില്ലേ. റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്തില്ലേ. ഈ എക്സാമ്പിളിൽ അത് കറക്റ്റാണ്. വേറെ എക്സാമ്പിൾ നോക്കി നോക്ക്. നമ്മളിതിപ്പോൾ റിയൽ നമ്പേഴ്സ് എന്നല്ലേ പറഞ്ഞേ. റിയൽ നമ്പേഴ്സിൻ്റെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്ക്വയറിൽ ചെയ്തിട്ട് അല്ലേ, സ്ക്വയർ വെച്ചിട്ട് ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ട് ഫ്രാക്ഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കും. 1/2 നോക്കി നോക്ക്. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഹോൾ ക്യൂബ് വെച്ച് ചെയ്ത് നോക്കുക. കാരണം റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പേഴ്സിലും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കണം. ഫ്രാക്ഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കുക. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ക്യൂബ് ബൈ 2 ക്യൂബ് ഈക്വൽ ടു 1/8. അപ്പോൾ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/8 എന്ന് വന്നു. ഇത് ശരിയാണോ? അല്ല, ഇറ്റ്സ് നോട്ട് ട്രൂ. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് അല്ല. ഈ രണ്ട് കണ്ടീഷനിലും അത് സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വെച്ചിട്ട് അത് റിഫ്ലെക്സീവ് ആണെന്നില്ല. അപ്പോൾ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. സിമെട്രിക്കും അല്ല എന്നുള്ളത് നമുക്ക് കിട്ടി. വേറെ നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല അല്ലേ. ഇതിൽ തന്നെ നമുക്കത് കറക്റ്റല്ല എന്ന് മനസ്സിലായി. അടുത്തത് നോക്കാം. അടുത്തത് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. 2-3 നമ്പേഴ്സ് വെച്ച്. അപ്പോൾ 1/2 നോക്കുക. 1/2 എടുക്കാം, 1/3 എടുക്കാം. എയുടെയും ബിയുടെയും പ്ലേസിൽ. അപ്പോൾ എ ബി സാറ്റിസ്ഫൈ ചെയ്യണം ആറിൽ, ബി സി സാറ്റിസ്ഫൈ ചെയ്യണം ആറിൽ. അങ്ങനെയാണെങ്കിൽ എ സി എന്തിൽ സാറ്റിസ്ഫൈ ചെയ്യണം? ആറിൽ സാറ്റിസ്ഫൈ ചെയ്യണം എന്നല്ലേ കണ്ടീഷൻ. അപ്പോൾ 1/2 1/3 റിലേഷൻ ആറിലുണ്ട് എന്ന് ഞാൻ എടുത്തു. അതുപോലെ 1/3 1/4 ആറിലുണ്ട് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ 1/2 1/4 എന്തിലുണ്ടാവണം? ആറിലുണ്ടാവണം. 1/2 1/4 എന്തിലുണ്ടാവണം? ആറിലുണ്ടാവണം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ 1/2 1/3 ആണ്. അപ്പോൾ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയുടെ പ്ലേസിൽ 1/2, ബിയുടെ പ്ലേസിൽ 1/3 ആണ്. അപ്പോൾ 1/3 ഹോൾ സ്ക്വയർ ആണോ, ഓൾ ക്യൂബ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ക്യൂബ് ബൈ 3 ക്യൂബ്. അപ്പോൾ ഇത് 1 ക്യൂബ് ബൈ 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 1/27 എന്ന് പറയുന്നത് ശരിയാണോ? ഇറ്റ്സ് നോട്ട് ട്രൂ.
അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 9 9 × 3 27. അങ്ങനെ നമുക്കത് കിട്ടി. അപ്പോൾ ആദ്യത്തേൽ തന്നെ നമുക്ക് എന്ത് ചെയ്തില്ല, ട്രൂ ആയില്ല. അതുകൊണ്ട് ഇത് ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇതിനാണ് 6ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ദിസ്